സർ, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM-ന്റെ ചെലവിലാണ് BJP വളർന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ കാര്യം ഇതുവരെ പറഞ്ഞില്ല. ഇപ്പോൾ പറയുന്നു കേരളത്തിലും BJP ശക്തിപ്പെടുത്തുന്നത് ശക്തിപ്പെട്ടു വരുന്നത് CPM-ന്റെ ചെലവിലാണ്, CPM-നെ അടിച്ചൊതുക്കേണ്ടതാണ്. ഇത് അവരുടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അവരുടെ ഈ തുറന്നു പറച്ചിൽ, അല്ലേ? അതൊരു കാര്യമായ തുറന്നു പറച്ചിലാണ്. കാരണം ഈ മധുരയിൽ നാളെ പാർട്ടി കോൺഗ്രസ് തുടങ്ങണം. 24ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. മുമ്പും മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നിട്ടുണ്ട്. അത് പക്ഷേ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഘർഷം മുറ്റിനിന്ന ഒരു ഘട്ടത്തിൽ വിദേശ പ്രതിനിധികളും ഒക്കെ വന്ന് നടത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരുന്നു അത്. അപ്പോൾ മധുരയിൽ നാളെ തുടങ്ങുന്ന പാർട്ടി കോൺഗ്രസിലെ കരട് മറ്റേ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്, ആ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് BJP കേരളത്തിലും വളരുന്നത് CPM-ന്റെ ചെലവിലാണ്. എന്ന് പറഞ്ഞാൽ CPM പരാജയപ്പെടുന്നു, അതുകൊണ്ടാണ് വളർന്നു പോകുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വി മസ്റ്റ് സെൽഫ് ക്രിട്ടിക്കലി നോട്ട് ദാറ്റ് ഇൻ അവർ 3 strong states the BJP and the RSS were able to make advances at our expense. അതായത് നമ്മൾ സ്വയം വിമർശനപരമായിട്ട് ഒരു കാര്യം കാണണം. നമ്മുടെ ശക്തമായ 3 സംസ്ഥാനങ്ങളിൽ BJP-യും RSS-ഉം ശക്തി പ്രാപിക്കുന്നത്, മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചെലവിലാണ്. അപ്പൊ ത്രിപുര, ബംഗാൾ അത് ശക്തമായ സ്റ്റേറ്റ് ഒന്നും അല്ലല്ലോ. എവിടുന്ന ആകെ പറയാവുന്ന ഒരു തുരുത്ത് കേരളമാണ്. ലോകത്തിലെ തന്നെ ഒരു തുരുത്ത് എന്ന് പറയാം കേരളമാണ്. അപ്പൊ അതിന്റെ കാര്യം മാത്രമാണ് കേരളത്തിൽ നമുക്ക് എടുക്കാം. കേരളത്തിന്റെ കാര്യമാണല്ലോ. ഒന്നാമത് കേരളത്തിന്റെ നയമാണ് ഇനി മധുര പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കാൻ പോകുന്നത്. കാരണം എന്താണ്, പണവും ശക്തിയും എല്ലാം കേരളത്തിലെ ഉള്ളതിന്റെ കാര്യമല്ല, ഈ അധികാരം അല്ലല്ല, ഈ രാഹുൽ ഗാന്ധിയുടെ മുന്നണിയില്ലേ, ഇന്ത്യ മുന്നണിയുടെ ആയിരിക്കേണ്ടതില്ല. നമ്മൾ കോൺഗ്രസിനെ ദേശീയ തലത്തിലും എതിർത്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള നയമാണ് പാർട്ടിയുടെ നയമായിട്ട് മധുരയിൽ നിന്ന് വരാൻ പോകുന്നത്. അവർ ആ മുന്നണിയുടെ ഭാഗമായിട്ടിരിക്കില്ല. ആ തീരുമാനമാണ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ പാർട്ടിയുടെ നയമാണ്. കാരണം കേരളത്തിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസുമായിട്ട് അടിവെച്ചുകൊണ്ടാണല്ലോ. അത് ദേശീയ തലത്തിലും അത് തുടരാനായിട്ടുള്ള നയമാണ് മധുര പാർട്ടി കോൺഗ്രസിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് പറയാം, ഇൻ ത്രിപുര വി ലോസ്റ്റ് ദ അസംബ്ലി ഇലക്ഷൻസ് ടു ദ BJP ഇൻ 2018 and since then our party has been under severe assault from these forces. 2018 ത്രിപുര പോയി, അത് കഴിഞ്ഞ് ഈ വർഗീയ ശക്തികളുടെ ആക്രമണം നേരിടുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPM ശക്തി കേന്ദ്രങ്ങളിൽ BJP-യുടെ വോട്ട് ഉയരുന്നതായിട്ട്, കാരണം 11 സ്ഥലത്ത് 1ാം സ്ഥാനത്തല്ലേ, 11 നിയമസഭാ സ്ഥലത്ത് അല്ലേ, 9 സ്ഥലത്ത് 2ാം സ്ഥാനത്തും. അങ്ങനെയല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണിക്കുന്നത്. 20 നിയമസഭാ സീറ്റ് വേണമെങ്കിൽ കിട്ടാം. പണ്ട് സുരേന്ദ്രൻ ഒരു 35ന്റെ കണക്ക് പറഞ്ഞില്ല. നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ ആകാവുന്നതേ ഉള്ളൂ എന്നുള്ളത് പിന്നീട് ജനം തെളിയിച്ചു. അപ്പോൾ BJP വളർച്ചയ്ക്ക് കാരണമാണെന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല. പക്ഷെ CPM ശക്തി കേന്ദ്രങ്ങളിൽ BJP വോട്ട് ഉയർത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ത്രിപുരയിൽ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഹിന്ദു വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണെന്ന് ഈ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മധുരയിലെ ബംഗാളിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി, മറ്റേ ജ്യോതി ബസുവിന്റെ കാലത്ത്. അതിനുശേഷം അവിടെ BJP-യാണ് മുഖ്യ പ്രതിപക്ഷ കക്ഷി, CPM അല്ല. തൃണമൂൽ വന്നു, പക്ഷെ വളർന്നത് BJP-യാണ്. BJP മുഖ്യ പ്രതിപക്ഷ കക്ഷിയാണ്, സ്വയന്തു അധികാരിയാണല്ലോ കാര്യങ്ങൾ നടത്തുന്നത്. തുടർച്ചയായ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ അവിടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, അവിടെ 4-5 ജില്ലാ സമ്മേളനങ്ങളൊക്കെ ഒന്നിച്ചൊരു കല്യാണ മണ്ഡപത്തിലൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഗുണ്ടകളായിരുന്നവരൊക്കെ, ഗുണ്ടയ്ക്ക് ഗുണ്ടയായിട്ടല്ലേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. CPM-ന്റെ ഗുണ്ടകളായിരുന്നവരൊക്കെ തൃണമൂലിന്റെ ഗുണ്ടകളായി മാറിയിട്ട് CPM-കാരെ അടിക്കാൻ തുടങ്ങി. ഒരേ ഗുണ്ടകൾ സെയിമാണ്, അടികൊള്ളുന്ന ആളുകളിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ. അപ്പം എന്നിട്ട് പറയുകയാണേ, ബംഗാളില് ഇതടക്കമുള്ള കാര്യങ്ങളാൽ തുടർച്ചയായ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ CPM-ന് കഴിഞ്ഞില്ല. അതടക്കമുള്ള കാരണങ്ങളാൽ
പാർട്ടി അംഗങ്ങളും അനുഭാവികളും BJP-യിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞാൽ സഖാക്കൾ BJP-യിലേക്ക് പോകുന്നു. സഖാക്കളും ഹിന്ദുക്കളാണല്ലോ, ഒരു BJP-യിലേക്ക് പോകുന്നു. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJP വളർച്ച പാർട്ടി ചെലവിൽ എന്ന് കാണുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും വലിയ മുന്നേറ്റം ഉണ്ടായി. ഇപ്പൊ 20% വോട്ടുണ്ടല്ലോ കേരളത്തില്. ഒരു 4-5% കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. 4-5% ഉണ്ടാകുമ്പോൾ 40% നേരത്തെ ഉണ്ടായിരുന്നതല്ലേ, 2014 40% ഉണ്ടായിരുന്നതല്ലേ ഇപ്പോ 34% ചുരുങ്ങിയിരിക്കുന്നു CPM-ന്റെ വോട്ട്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലത്തും ഉണ്ടായി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ വോട്ട് കാര്യമായിട്ട് കുറഞ്ഞു, BJP-ക്ക് കൂടി. അപ്പോൾ BJP-യെയും സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാകണം എന്നൊക്കെ അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ പാർട്ടി പറയുന്നത് മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദു വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവങ്ങളെയും RSS ഉപയോഗിക്കുന്നു എന്നാണ്. സ്ത്രീകൾക്കിടയിലാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണല്ലോ പെട്ടെന്ന് വിശ്വാസികളായിട്ട് മാറുന്നത്. സ്ത്രീകളുടെ സപ്പോർട്ട് സംഗതി ശരിയാണ്. സ്ത്രീകളുടെ വലിയ പിന്തുണ BJP-ക്ക് ഉണ്ട്. ഡൽഹിയിലും ഇപ്പൊ കണ്ടതാണ്. അതുകൊണ്ടാണ് RSS ഈ അഹല്യാബായി ഹോൾക്കർ തുടങ്ങിയിട്ടുള്ള ദിനങ്ങളൊക്കെ സ്ത്രീകളായ പോരാളികളെ കൂടുതൽ അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. RSS-ലും കൂടുതൽ സ്ത്രീകള് സ്ഥാനങ്ങളിലൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. സ്ത്രീകളെയാണ് അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വിശ്വാസത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം. വിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടി പ്രവർത്തിക്കണം എന്ന് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഫ്റ്റ് ഹിന്ദുത്വം. അത് തന്നെയാണ് പറയുന്നത് അല്ലേ? നമ്മളും അതിലേക്ക് നീങ്ങണം എന്ന് പറഞ്ഞു. സോഫ്റ്റ് ഹിന്ദുത്വമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മുമ്പ് ഒരു ചർച്ചയിലും പറഞ്ഞിരുന്നു. എപ്പോഴാണ് BJP ഫാഷിസ്റ്റ് അല്ല, RSS ഫാഷിസ്റ്റ് അല്ല, പക്ഷെ ഫാഷിസ്റ്റ് പ്രവണതകളുള്ള നവഫാഷിസ്റ്റ് സംഘടനയാണ് എന്നാണ് ഇതിൽ കരട് രാഷ്ട്രീയ രേഖയിലുള്ളത്. ഫാഷിസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ഫാഷിസ്റ്റ് ആണെന്നാണ് മോദി, BJP, RSS ഒക്കെ. ഇപ്പൊ യെച്ചൂരി മരിച്ച ശേഷം ഇത് എഴുതിയിരിക്കുന്നത് കാരാട്ടാണ് മധുരയിലും ഇത് ഏകോപിപ്പിക്കുന്നത്, നയിക്കുന്നത്. അപ്പോ നവഫാഷിസ്റ്റ് എന്ന് പറഞ്ഞ പ്രയോഗമാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് ഹിന്ദുത്വം പ്രയോഗിക്കാൻ പാർട്ടിക്ക് കൂടുതൽ എളുപ്പമാണ്. ഇവർ ചെയ്യുന്ന കാര്യമൊക്കെ അതുകൊണ്ടായിരിക്കും ഈ ക്ഷേത്രങ്ങളിലെ ഭാരവാഹിയാകണം അല്ലെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെ? CPM-കാരായ ലോക്കൽ കമ്മിറ്റിയിൽ ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചടക്കുക എന്നുള്ളതാണല്ലോ പാർട്ടി. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ട്. പാർട്ടി പറയുന്ന പോലെ, ഏരിയ സെക്രട്ടറി പറയുന്ന പോലെ, പക്ഷെ ക്ഷേത്ര തന്ത്രി കേൾക്കുന്നില്ല. ആ ഒരു കീറാമുട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. പൂജാരിയൊക്കെ കേൾക്കും, പക്ഷെ തന്ത്രി കേൾക്കില്ല അല്ലേ? അതെ. അപ്പോ ഇവരെ മതേതര രാഷ്ട്രീയ ബോധത്തിലേക്ക് മാറ്റിയെടുക്കണം. ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം. ഇസ്ലാമിക മതമൗലികവാദത്തെ ചെറുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഹിന്ദുത്വം നടപ്പാവുള്ളൂ. ഇസ്ലാമിക മൗലികവാദത്തെ എതിർക്കുന്ന നിലപാടല്ലായിരുന്നല്ലോ CPM. ഈ പ്രത്യേകിച്ച് ഈ ലോക്സഭാ കാലത്തല്ലായിരുന്നു. നേരത്തെ SDP-യുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്, മദനിയുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്, ഇല്ലേ? PDP-യുടെ, PFI-യുടെ വോട്ട് മേടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ മതമൗലികവാദമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചലിക്കാം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ഇനി കൂടുതൽ ഈ ജിഹാദികളുമായിട്ട് അടുക്കണ്ട, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗമായിട്ട് അടുക്കണ്ട എന്നൊരു നിലപാട് അവർ തുറന്നു പറയില്ലേ ഒരു പക്ഷേ ഈ പാർട്ടി കോൺഗ്രസിൽ? അതായത് ഇപ്പോൾ ഈ അവലോകനത്തിൽ പറയുന്നത് നമ്മുടെ ചെലവിലാണ് BJP കേരളത്തിൽ വളരുന്നത്. അതാണല്ലോ. ത്രിപുരയും ബംഗാളും ഒന്നും കഥയില്ലല്ലോ, ഇനി വരാനും പോകുന്നില്ല. നമ്മുടെ ചെലവിലാണ് കേരളത്തിൽ BJP വളരുന്നത് എന്ന് പറഞ്ഞാൽ ആ വാചകത്തിന്റെ അർത്ഥം സഖാക്കൾ BJP-യിലേക്ക് ഒഴുകുന്നു എന്നാണ്. ഇപ്പൊ സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരി ആണല്ലോ ഒരു ഹിന്ദുത്വ സംഘടനയുടെ ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. അപ്പൊ സഖാക്കൾ മുമ്പ് പാർട്ടി കുടുംബം എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. പാർട്ടി കുടുംബം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതായി വരുന്നു.
അതിന് അസ്തിത്വം ഇല്ല, പ്രസക്തി ഇല്ല. അതായത് യൂണിവേഴ്സിറ്റി കോളേജിലോ മറ്റോ പഠിക്കുമ്പോൾ SFIയുടെ യൂണിയന്റെ ചെയർമാനൊക്കെ ആയിരുന്നു ഇദ്ദേഹം അല്ലെ. അവിടെ നിന്നാണ് പിന്നെ ഈ ഹിന്ദുത്വ ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സഖാക്കളുടെ കുത്തൊഴുക്കുണ്ടാക്കുന്നു എന്ന് CPM തുറന്ന് സമ്മതിക്കുന്നു ആദ്യമായി. അങ്ങനെ ഓരോ സിനിമയിൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം സന്ദേശം എന്ന് പറഞ്ഞ പോലെ ആ കുടുംബത്തില് പല പാർട്ടിക്കാരുണ്ട്. അതെ. തിലകൻ എന്ന് പറഞ്ഞ അച്ഛനും വലിയ പ്രശ്നമാണ് ഈ മക്കള് എന്ന് പറഞ്ഞതുപോലെ ഇത്തരം മക്കളുള്ള പാർട്ടി കുടുംബം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അസ്തമിക്കുകയാണ്. പാർട്ടി കുടുംബത്തിൽ ഒരാള് BJP ഒരു ബോണസിന് പാർട്ടി കാർഡ് ഉണ്ടെങ്കിൽ വേറൊരാള് BJP ആയിരിക്കും, വേറെ ആള് പാർട്ടിക്കാരും ഒക്കെ ഉണ്ടാവും എന്നുള്ള പാർട്ടി കുടുംബം എന്ന് പറയുന്ന സംഭവം അസ്തമിക്കുകയാണ്. ഇനി തുറന്നു പറയാനുള്ളത് നമ്മൾ മൃദു ഹിന്ദുത്വമാണ് പുലർത്തുന്നത് എന്നുള്ള ഒരു തുറന്നു പറച്ചിലൂടെ മാത്രമേ ഉള്ളൂ. ആ മൃദു ഹിന്ദുത്വം ഇനി കൈയാളിയാൽ മാത്രമേ ആ വിശ്വാസികളായ BJPക്കാർ നമ്മുടെ കൂടെ വരാനുള്ള സാധ്യതയുള്ളൂ എന്ന് പാർട്ടി കാണുന്നു. നല്ലതാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശോഭായാത്രയൊക്കെ നടത്തി കണ്ണൂരിലൊക്കെ ആ ഒരു രീതി തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ ആചാര വെടി മുഴക്കുക ഇല്ലേ, ഇങ്ങനെ ഇപ്പൊ കൈ ഉയർത്തുന്ന പരിപാടിയാണല്ലോ ആചാരമായിട്ട് വരുന്നത്. അതിന് പകരം പിണറായി വിജയൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആചാര വെടി മുഴക്കുക 21 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ രീതിയിലേക്ക് മുന്നേറിയാൽ ഇനി 4-5% കൂടി കിട്ടിയാൽ മതിയല്ലോ BJPക്ക്. അത് കിട്ടാൻ അധികം താമസം ഉണ്ടാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പോടി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് പാർട്ടിയുടെ ലിക്വിഡേഷൻ പൂർണ്ണമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.